ഇപ്രാവശ്യം ഓണപരിപാടി ഒന്നും ഇല്ല അല്ലേ? വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്നത് കഷ്ടമാണ്. അത് ശരിയാ. മുൻകൂട്ടി നിശ്ചയിച്ച ആഘോഷങ്ങൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ സ്വപ്നവും കഷ്ടപ്പാടും സാമ്പത്തിക ചെലവൊക്കെ ഉണ്ട്. അവയൊന്നും വീണ്ടും വിചാരം ഇല്ലാതെ റദ്ദാക്കുവാണെങ്കിൽ അത് ഐക്യദാർഢ്യമാണോ? അവിവേകമല്ലേ? സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയെന്ന് ടൂറിസം മന്ത്രി പറഞ്ഞത് വയനാടിനോടുള്ള ഐക്യദാർഢ്യം കൊണ്ടാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ വയനാടിനെ സഹായിക്കാൻ ഒപ്പം നിന്ന കച്ചവടക്കാരും തൊഴിലാളികളും കലാകാരന്മാരും സംരംഭകരും ഒക്കെ ഈ ഒഴിവാക്കപ്പെടുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമാണെന്ന് മറക്കരുത്. ഏറെ നാളത്തെ അവരുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടേണ്ട സമയത്ത് പരിപാടികളെ ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് സർക്കാർ നിർമ്മിത ഉരുൾപൊട്ടലായി മാറരുത്. സെപ്റ്റംബർ 13 മുതൽ 19 വരെ നടത്താനിരുന്ന ഓണം വാരാഘോഷം ഒഴിവാക്കി. ചാമ്പ്യൻസ് ബോട്ടിലേക്ക് ഒഴിവാക്കുകയും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ഓണം ഘോഷയാത്രയിൽ 3000-ലേറെ ആളുകളാണ് പങ്കെടുത്തത്. അതേപോലെ ഓണം മുന്നിൽ കണ്ട് ഇപ്രാവശ്യവും മാസങ്ങൾക്ക് മുമ്പേ ആളുകൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടാകും. ഇതേപോലെ വീണ്ടും വിചാരമില്ലാതെ ഓണാഘോഷം റദ്ദാക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യവും സർക്കാർ ആലോചിക്കണം. സെപ്റ്റംബർ 2 തൊട്ട് 19 വരെ തിരുവനന്തപുരം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന കേരള ക്രിക്കറ്റ് ലീഗ് മത്സരം മാറ്റിവെക്കാത്തതുപോലെ തന്നെ പാവങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളും മാറ്റിവെക്കരുത്. മുൻ നിശ്ചയിച്ച പോലെ തന്നെ നടക്കണം. പരീക്ഷകൾ മാറ്റിവെക്കുന്ന പോലെയല്ല പാവങ്ങളുടെ വയറ്റത്തടിക്കുന്നത്. ഓണം മേളകൾ, ചന്തകൾ, പ്രത്യേക വിൽപ്പന പ്രോത്സാഹന പദ്ധതികൾ, സംഭരണ വിപണന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിരുന്നു. ആളുകൾ നിരത്തിലിറങ്ങി വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള കച്ചവടക്കാർക്കും വരുമാനം കിട്ടും. അവരൊക്കെ മാസങ്ങൾക്ക് മുൻപേ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയവരാണ്. കടം വാങ്ങി സാധനങ്ങൾ സംഭരിച്ച് ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പെരുവഴിയിലാക്കരുത്. ലോക പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള വള്ളംകളികൾ മാറ്റിവെക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തതാണ് മറ്റൊരു പിടിപ്പുകേട്. കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികളെല്ലാം കോർത്തിണക്കിയതാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ആലപ്പുഴ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫിയിൽ തുടങ്ങി കൊല്ലം അഷ്ടിമുടിക്കായലിലെ പ്രസിഡന്റ് ട്രോഫിയിൽ അവസാനിക്കുന്ന 12 മത്സരങ്ങൾ അതിന്റെ ഭാഗമാണ്. 25, 15, 10 ലക്ഷങ്ങളാണ് ഇതിന്റെ സമ്മാനത്തുക. അപ്പോൾ കലാകാരന്മാരെല്ലാം മാസങ്ങൾക്ക് മുമ്പേ തന്നെ പരിശീലനം തുടങ്ങിയിട്ടുണ്ടാവും. മറ്റ് ജില്ലകളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ തൊഴിൽക്കാരെ എത്തിച്ച പല ക്ലബ്ബുകളും ഇപ്പൊ തന്നെ 30-40 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ഇതൊക്കെ ആരോട് പറയാനാണ്? 19 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 74 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി മാത്രം മത്സരിക്കാൻ ഇറങ്ങുന്നത്. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആയിരക്കണക്കിന് മലയാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഓണത്തിന് നഷ്ടപ്പെടുന്നത് ഒന്നും തിരിച്ചു കിട്ടില്ല. ഇപ്പം എല്ലാവരും ഓൺലൈനിൽ വരുത്തുന്ന കാലമാണ്. അപ്പം മത്സരങ്ങളും ആഘോഷങ്ങളും കാണാൻ ഇറങ്ങുന്നവരെ വീട്ടിലിരുത്തുവാണെങ്കിൽ സമസ്ത മേഖലയിലും കഞ്ഞികുടി മുട്ടും. സർക്കാരിന്റെ ഉത്തരവ് കേട്ടിട്ടല്ല മലയാളികൾ വയനാടുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സഹോദരത്തിന്റെ മാവേലിക്കാലം ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഒഴുകിയെത്തുന്ന ഓരോ ചില്ലിക്കാശും ദുരിതബാധിതർക്ക് വൈകാതെയും ചോരാതെയും കൊടുക്കുന്നതാണ് അവരോടുള്ള ഐക്യദാർഢ്യം. അല്ലാതെ വയനാട്ടിലെ ദുരന്തം സംസ്ഥാന വ്യാപകമാക്കുന്നതല്ല.